ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കർത്താവിൻ്റെ ആക്സെപ്റ്റൻസും കർത്താവിൻ്റെ അപ്രൂവലും രണ്ടും രണ്ടാണ്. ഇറ്റ് ഈസ് വൺ തിങ് ടു ബി ആക്സെപ്റ്റഡ് ബൈ ഹിം, ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ടു ബി അപ്രൂവ്ഡ് ബൈ ഹിം. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് എടുക്കുന്നത്? നമ്മൾ ആക്സെപ്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ ഭക്ഷണം പിടിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വിചാരം നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ സംരക്ഷിച്ചില്ല പിന്നെ ആര് സംരക്ഷിക്കും. പക്ഷേ ഈ വായിക്കുന്നത് കേട്ടോണം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 2:23 പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്നിട്ട് യേശുവാട്ടെ അവരെ വിശ്വസിച്ചില്ല. എന്തൊരു കഷ്ടമാണ്. ഇത് നേരത്തെ വായിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഈ കാറ്റഗറി പെടുമെന്ന് നോക്കിക്കോളാം. നമ്മൾ ചിലപ്പോൾ പല റീസൺസിലായിരിക്കും കർത്താവിൽ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ അല്പം അടയാളം കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്പം നടന്നിട്ടായിരിക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കും, അല്ല ഇനി ഇതിൻ്റെ കുറവ് വേണ്ട എന്ന് ചിന്തിച്ചിട്ടായിരിക്കും, ഇനി ഇതുകൂടി ഇരിക്കട്ടെ, അങ്ങനെയായിട്ടായിരിക്കും. അപ്പം നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നതിന് പല റീസൺസ് ഉണ്ട്. അതിലൊന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്പം അടയാളങ്ങൾ കണ്ടിട്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവ് വിശ്വസിക്കാൻ എന്താ റീസൺ എന്നുള്ളതൊന്ന് ചിന്തിച്ചു. ജഡ്ജ് അവർ സെൽഫ്. അപ്പോൾ ഇനി റീസൺ എന്തുമാണ്? ഞാൻ കർത്താവിനെ അറിഞ്ഞത് എൻ്റെ അപ്പന് അസുഖം വന്നപ്പം അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കർത്താവിനെ വിശ്വസിച്ചത്. പക്ഷേ അതുകൊണ്ട് നിന്നില്ല. അത് കർത്താവ് എന്നെ സ്നേഹിച്ചിരുന്നതുകൊണ്ടും നിർണയപ്രകാരം വിളിക്കപ്പെട്ടതുകൊണ്ടും അതിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റി. ആ വന്ന ഉദ്ദേശം മാറ്റി യഥാർത്ഥമായിട്ട് കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നുള്ളതിനെ കുറിച്ചൊരു വെളിച്ചം തരാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ. ഇതൊന്നുമല്ല കാര്യം, കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം വേണം. കാരണം അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളൊരു ബോധ്യം കിട്ടി. അപ്പോൾ വളരെ പേർ അവരുടെ നാമത്തിൽ വിശ്വസിച്ചു, യേശുവാട്ടെ അവരെ വിശ്വസിച്ചില്ല. എന്തൊരു കഷ്ടമാണ്, ഓർത്ത് വയ്ക്കും. അപ്പം നമ്മൾ പലരും പറയും ഞാൻ വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ എത്ര വർഷമായി, ഞങ്ങളുടെ കുടുംബം എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, ഞങ്ങളുടെ ഒറിജിൻ നോക്ക്, ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ്. പക്ഷെ ചോദ്യം, കർത്താവ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കർത്താവ് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? ആക്സെപ്റ്റ് ചെയ്തു നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന എവർക്കും മക്കളാകാൻ അവൻ അധികാരം കൊടുത്ത അവകാശം കൊടുത്തു. നമ്മളത് വിശ്വസിക്കും. കർത്താവ് എന്നെ ആക്സെപ്റ്റ് ചെയ്തു, എന്നെ സ്വീകരിച്ചു. പക്ഷേ കർത്താവിൻ്റെ അപ്രൂവൽ, ഈസ് മൈ സൺ. നമുക്കിപ്പോൾ 10 മക്കളുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെക്കുറിച്ച് ഒരുപോലെ ആയിരിക്കത്തില്ല അഭിമാനം. എല്ലാവരെയും നമ്മൾ ആക്സെപ്റ്റ്, എല്ലാവരും നമ്മുടെ മക്കളാണ് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ചിലരെ നമ്മൾ എടുത്തു പറയും, അവന് എൻ്റെ അതേ സ്വഭാവമാണ്, അല്ലെങ്കിൽ എൻ്റെ അതേ ഒരു നേച്ചറാണ്, അവനെല്ലാവരും സ്നേഹമാണ്, ഭയങ്കര റെസ്പോൺസിബിളാണ്, ഭയങ്കര ലവിങ്, കെയറിങ്. അതിപ്പോൾ എല്ലാവരെ കുറിച്ചുമാണ്. ചിലരെ കുറിച്ച് അവൻ്റെ മോന കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മകനാണ്, പക്ഷെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യം, നമുക്ക് കർത്താവിൻ്റെ അപ്രൂവലുണ്ടോ? നമ്മളങ്ങ് പറഞ്ഞാൽ പോരാ, ഞങ്ങൾ സ്വന്തമാണ്. നമ്മൾ പല ആൾക്കാരും പൊങ്ങച്ചം പറഞ്ഞേക്കാം, അദ്ദേഹത്തിൻ്റെ മറ്റേ മിനിസ്റ്ററുടെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളെന്നെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് ഒരു വിദേശ രാജ്യത്തു നിന്ന് എന്നോട് ഒരാളെക്കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹം പറയുന്നു ഇന്ന മിനിസ്റ്ററിൻ്റെ PA ആണ് ഏറ്റവും അടുത്ത ആളെന്ന് പറഞ്ഞ് ഇവിടെ ഒത്തിരി വാലും അടിക്കുന്നുണ്ട്. ആണോ എന്ന് ചോദിച്ചു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാളെ അദ്ദേഹത്തെ അറിയത്തു പോലും, മിനിസ്റ്റർക്ക് അദ്ദേഹത്തെ അറിയത്തു പോലുമില്ല. ഇതുപോലാണോ നമ്മുടെ വിശ്വാസം? നമ്മൾ പറയുന്നത് എനിക്ക് കർത്താവിനെ അറിയാം, കർത്താവായിട്ട് നല്ല ബന്ധമാണ്, ഞാൻ കർത്താവിൻ്റെ മകനാണ്, ഞാൻ വിശ്വാസിയാണ്, ദൈവവേദനാണെന്ന് എല്ലാം ഞാൻ പറയും. പക്ഷെ കർത്താവോ, അവരെ വിശ്വസിച്ചില്ല. ഇങ്ങനൊരു കൂട്ടിയെക്കുറിച്ച് വചനം പറയുന്നുണ്ട് അല്ലേ? അവസാനം നിന്ന് കർത്താവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആർഗ്യൂ ചെയ്യുക, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ വളരെ പേരെ സൗഖ്യമാക്കി, പിശാചുകളെ പുറത്താക്കി, ബന്ധനസ്ഥരെ വിടുവിച്ചു, ഇതെല്ലാം പറയും.
അപ്പം അവർ പറഞ്ഞുകൊണ്ടിരുന്നതും അവർ ജീവിച്ചപ്പം അവർ ചിന്തിച്ചിരുന്നതും ഞങ്ങൾ കർത്താവിനാൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് അപ്രൂവ്ഡ് ആണ് എന്നാണ് ഓർത്തിരുന്നത്. കാരണം കർത്താവിൻ്റെ നാമത്തിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ തിരിച്ച് കർത്താവിൻ്റെ സൈഡിൽ നിന്ന് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ. കാരണം ഇന്ന് പല സഭകളും ഈ ബോധ്യങ്ങളൊന്നും കൊടുക്കാറില്ല. വേറെ എന്തിലേക്കൊക്കെയോ ആൾക്കാരെ അങ്ങ് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഒരു മായാ ലോകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവുക. നിങ്ങൾക്കത് കിട്ടും, ഇത് കിട്ടും, നിങ്ങൾ കർത്താവിന് വിളിച്ചാൽ മതി. മെയിനായിട്ടുള്ള അല്ലെങ്കിൽ കാതലായിട്ടുള്ള കാര്യം വിട്ടിട്ടായി പോകുന്നെന്ന് ഓർത്തോണം. കർത്താവ് നമ്മളെ എന്തിനാ വിളിച്ചത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാ? എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ റിയൽ പർപ്പസ് എന്താ? കർത്താവിൻ്റെ ഹൃദയം അറിയാനായിട്ട് എപ്പോഴെങ്കിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? കർത്താവേ, വാട്ട്സ് യുവർ പെർഫെക്റ്റ് വിൽ അബൌട്ട് മീ? യഥാർത്ഥമായിട്ട് കർത്താവ് എന്നെക്കുറിച്ച് എന്താ ഈ ആഗ്രഹിക്കുന്നത്? ആഴ്ചയിൽ ഒരു അല്പസമയം ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിക്കുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അങ്ങ് ഉപവസിക്കുന്നു, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ഞാൻ അതിന് കൊടുക്കുന്നു, ഇതിന് കൊടുക്കുന്നു. ഇത് മാത്രമാണോ കർത്താവേ അങ്ങ് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിത പങ്കാളികൾക്കും മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഇത്ര ചെയ്യാറുണ്ടോ? ആഴ്ച കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ഒരു ദിവസം ഫുള്ളില്ല, 1-2 മണിക്കൂർ അവരാവശ്യപ്പെടുമ്പോൾ പൈസ കൊടുക്കുന്നു, അവരുടെ വണ്ടി അടിക്ക് പെട്രോൾ അടിക്കാൻ കൊടുക്കുന്നു. ഇത്രയുള്ള നമ്മുടെ ബന്ധം. മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ ജീവൻ വരെ കൊടുക്കാൻ റെഡിയല്ലേ? പക്ഷെ കർത്താവിന് വേണ്ടിയിട്ടോ? പിന്നെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ കർത്താവിനെ അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റുന്നത്? ബാക്കി അടുത്ത എപ്പിസോഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.